നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമരത്തിന്റെ കാഹളം ഉയർത്തിക്കൊണ്ട് സമരത്തിന്റെ ആവശ്യകത ജീവനക്കാരെയും അധ്യാപകരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രചണ്ഡമായ പ്രചരണ പരിപാടികളുമായി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമര പ്രഖ്യാപന പ്രതിഷേധ സംസ്ഥാനത്തുടനീളം അധ്യാപക സിവിൽ സർവീസ് മേഖലയിൽ ഉയരുകയാണ്. ശമ്പള പരിഷ്കരണം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരന് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ടതാണ്. 5 വർഷമായി ഇവിടെ ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല. 2019 ശമ്പളം പരിഷ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന 16% ക്ഷാമബത്ത മുക്കി. ഇവിടെ മെഡിസെപ്പിന്റെ പേരിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 6000 രൂപ പിടിച്ചെടുത്തിട്ട് ഒരു ചികിത്സയുമില്ല, ആശുപത്രിയുമില്ല എന്നുള്ള അവസ്ഥ. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഇത്രയും വിലക്കയറ്റം രൂക്ഷമായ ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു കയറുകയാണ്. നമ്മളൊരു നിശ്ചിതമായ ക്ലിപ്ത വരുമാനം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങളും പരിപാടികളും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടന്നു വരികയാണ്. അദ്ദേഹം സെക്ടോ സംഘടനകളെ എന്നും അത്തരത്തിൽ അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പരിശ്രമിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന കരുത്തിന്റെ കർമ്മകാണ്ഡമായി മാറിയിട്ടുള്ള ശ്രീ വി ഡി സതീശൻ, കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, നമ്മളുടെ വേദികളിൽ നമ്മളോടൊപ്പം എന്നു നിന്നിട്ടുള്ള സെക്ടോ സംഘടനകളെ, ഇതിന്റെ ഘടക സംഘടനകളുടെ ഓരോന്നിന്റെയും പ്രവർത്തനങ്ങൾ കൃത്യമായി അപഗ്രഥിക്കുകയും അതിന് ദിശാബോധം നൽകി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാതയോരത്ത് പ്രക്ഷോഭ പരിപാടികൾ നടന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വഞ്ചൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടി പന്തല് കെട്ടിയതിനെ തുടർന്ന് പ്രശ്നമുണ്ടായിട്ടുണ്ട്. ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവരുടെ സത്യാഗ്രഹവുമായി ഉപവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭരണപക്ഷ സംഘടന എന്ന നിലയിൽ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവിടുത്തെ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മണിക്കൂർ നേരം നീണ്ട ഉപവാസ സമരം ആ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് നടത്തുകയുണ്ടായി. മുമ്പ് ഈ ജോയിന്റ് കൗൺസിൽ ഏതെങ്കിലും ഒരു പ്രക്ഷോഭ പരിപാടി പ്രത്യക്ഷത്തിൽ മുമ്പോട്ട് കടന്നു വന്നിട്ടില്ല. 2021 ഈ സംസ്ഥാനത്ത് ഇതുമൂല്യ നിഷേധം നടക്കുമ്പോൾ അന്നത്തെ ഭരണവിലാസ സംഘടനകളൊന്നും മുമ്പോട്ട് വന്നിട്ടില്ല. എന്നാൽ ഇന്ന് 65,000 കോടി രൂപ അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്നിട്ടും NGO യൂണിയൻ പോലെ KSTA പോലെ ഉള്ള സംഘടനകൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പൊ അല്പമെങ്കിലും ഒരു മാറ്റം വരുന്നത് ജോയിന്റ് കൗൺസിലിന്റെ സമീപനത്തിലാണ്. ആ സമീപനം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരോടുള്ള ആത്മാർത്ഥതയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ആത്മാർത്ഥതയാണെങ്കിലും NGO യൂണിയനിൽ നിന്ന് ആളുകളെ തട്ടിയെടുക്കാനുള്ള കാര്യത്തിലായാലും ഏതാണെങ്കിലും ശരി 22-ാം തീയതി പണിമുടക്കിന് തയ്യാറായിരിക്കുകയാണ്. നമ്മളും അന്നേ ദിവസം പണിമുടക്കണമെന്ന് കരുതുകയാണ്. ഇവിടെ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ആത്യന്തികമായി സെക്ടോ സംഘടനകൾ അതിന് തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ കിരാത ഭരണം അവസാനിപ്പിക്കാൻ പിണറായി വിജയന്റെ താല്പര്യത്തോടു കൂടിയുള്ള ഉദ്യോഗസ്ഥന്മാരെയും അധ്യാപകരെയും സാധാരണക്കാരായിട്ടുള്ള NGO ജീവനം പറ്റാടിയ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ വെക്കാൻ തന്നെയാണ് ഈ പണിമുടക്കം എന്നുള്ളതിൽ സംശയമില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അധ്യാപക സംഘടനയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ അരവിന്ദ് ഇവിടേക്ക് സ്വാഗതം ആശംസിക്കും. അരവിന്ദനെ ക്ഷണിക്കും. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ ഭാവി പ്രതീക്ഷ, ജനങ്ങളുടെ
പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ കേരളത്തിലെ ഭരണാധികാരികളോട് നിരന്തരം സംസാരിക്കുകയും ആവശ്യമുള്ളിടത്ത് അത് ഗർജനത്തിൻ്റെ രൂപത്തിലാക്കുകയും ചെയ്യുന്ന, കേരളത്തെ സധീരം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ, ബഹുമാന്യനായ സംഘടനാ ചുമതലയുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ M ബിജു അവർ, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ G സുബോധൻ അവർ, വിവിധ സംഘടനാ നേതാക്കളായ സെക്രട്ടറിയുടെ സംസ്ഥാന ചെയർമാനായ ശ്രീ ചവറ ജയകുമാർ, ശ്രീ KC സുബ്രഹ്മണ്യൻ, ശ്രീ AM ജാഫർ ഖാൻ, ശ്രീ R അരുൺകുമാർ, ശ്രീ അനിൽ M ജോർജ്, ശ്രീ MS ഇർഷാദ്, ശ്രീ N മഹേഷ്, ശ്രീ KS സന്തോഷ്, ശ്രീ P അരുൺകുമാർ, ശ്രീ S മനോജ്, ശ്രീ K വെങ്കടമൂർത്തി, ശ്രീ സുഭാഷ് ചന്ദ്രൻ, ശ്രീ KB രാജീവ്, ശ്രീ ഹരികുമാർ, ശ്രീ ജോൺ മനോഹർ, ശ്രീ മോഹനചന്ദ്രൻ, ശ്രീ S പ്രദീപ് കുമാർ, ശ്രീ ഷിബു ജോസഫ്, ശ്രീ അജിത് P, ശ്രീ പുരുഷോത്തമൻ KP, ശ്രീ PN മനോജ് കുമാർ, ശ്രീ തോമസ് ഹർമിത്, ശ്രീ അനിൽ വട്ടപ്പാറ, ശ്രീ ഉമാശങ്കർ, മറ്റ് വിവിധ സംഘടനകളെ പ്രതികരിക്കുന്ന എല്ലാ നേതാക്കളെയും, ഇവിടെ ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ എത്തിച്ചേർന്ന മുഴുവൻ അംഗ സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും സെറ്റോ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ വിവിധ ആനുകൂല്യങ്ങൾ, ഇത്രയും ആനുകൂല്യങ്ങൾ ആക്കിയ, ഇത്രയും കുറവ് ശമ്പളം മാത്രം നൽകുന്ന വേറൊരു സംസ്ഥാനമില്ല. അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റു പല സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരികെ നൽകിയിട്ടും അതിനൊരു കമ്മീഷനെ വെച്ച് അതിന് ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരു സർക്കാർ, പ്രകടനപത്രികയിൽ പറഞ്ഞ സർക്കാർ, ഇത്രയും വർഷമായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോവുകയും, അതോടൊപ്പം തന്നെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കേണ്ടുന്ന സമയം അത് അധികരിച്ചിരിക്കുന്നു. 2024 ജൂലൈ 1 മുതൽ പുതിയ ശമ്പള പരിഷ്കരണം നമുക്ക് ലഭ്യമാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഓരോ മേഖലയും സർക്കാർ സഹായത്തോടുകൂടി, സർക്കാർ വിഹിതത്തോടുകൂടി കിട്ടേണ്ടുന്ന മെഡിസപ്പ് ജീവനക്കാരനെ വഞ്ചിക്കുന്ന പദ്ധതിയായി മാറ്റിയിരിക്കുന്നു. ഒരു ഓപ്ഷൻ സൗകര്യം പോലുമില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ഇതേ പൈസയ്ക്ക്, ഇതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക്, ഇതിനേക്കാൾ വലിയ കവറേജോടുകൂടി ആരോഗ്യ സുരക്ഷ കൃത്യമായി നടക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിലായാലും നാദനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. നിയമന അംഗീകാരം കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പ്രശ്ന സങ്കീർണമായി പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും കുറഞ്ഞു പോകുന്നത്. നോളജ് എക്കണോമിയെ കുറിച്ച് പറയുകയും നോളജുള്ള ആളുകൾ ഈ സംസ്ഥാനത്ത് നിൽക്കാതെ സംസ്ഥാനം വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവനക്കാരെ, അധ്യാപകരെ, സാധാരണ ജനങ്ങളെ ഇത്രയേറെ ദോഹിച്ചിട്ടുള്ള ഒരു സർക്കാരില്ല. എന്നാൽ നമ്മൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ പരിമിതവുമാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷ സംഘടനകൾ കൂടി സമരത്തിലേക്ക് പോകുമ്പോൾ ഈ പിണറായി വിജയന്റെ അവസാനത്തെ ബഡ്ജറ്റായി ഇത് മാറട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിന് മുന്നോടിയായി നമ്മൾ വലിയൊരു സമരം നടത്താൻ പോവുകയാണ്. ഇത് ചരിത്രപരമായ സമരമാണ്. ഈ സമരം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രമല്ല, മൊത്തം കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഈ ഗവൺമെന്റിനെ തൂത്ത് താഴെ കളയണമെന്നുള്ളവരുടെ ആശയ അഭിലാഷമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഏറ്റവും ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇഞ്ചും കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും പ്രതിലോമകരമായ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാകുമ്പോ അതിനെ മറ്റൊന്നും നോക്കാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവനക്കാരെ, അധ്യാപകരെ, ഇക്കാലം അത്രയും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ പോലും
വലിയ ആവേശത്തോടുകൂടി ജീവനക്കാരോടൊപ്പം നിന്നുകൊണ്ട് അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് നിയമസഭയിൽ ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവേ ഇപ്പോഴുള്ളൂ, അത് VD സതീശൻ അവർകളാണ് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം നമ്മുടെ സമരത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏറെ ആദരവോടുകൂടി, ഏറെ ബഹുമാനത്തോടുകൂടി മുഴുവൻ ജീവനക്കാരുടെയും ഹൃദയ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സെറ്റോയുടെ ചെയർമാൻ ശ്രീ ചവറ ജയകുമാർ അവர்களാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയായി യുവജന പ്രസ്ഥാനത്ത് നിന്ന് APCCയിലേക്ക് കടന്നു വന്നുകൊണ്ട് സംഘടനാ രംഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് സജീവ ചർച്ച നടത്തിക്കൊണ്ട് ഇതിനെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ M. ബിജു അവർകളെ, APCC ജനറൽ സെക്രട്ടറി അവർകളെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. APCCയുടെ ജനറൽ സെക്രട്ടറി സീനിയർ നേതാവുമായ ശ്രീ G. സുബോധൻ അവർകളെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാ സംഘടനാ നേതാക്കളെയും ഞാൻ നേരത്തെ പേര് പറഞ്ഞ് സ്വാഗതം ചെയ്തതാണ്. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളിലാണ് ഈ സമരത്തിന്റെ ആവേശമുള്ളത്. ഓരോ ആളുകളിലും ഈ സമരത്തിന്റെ ആവേശം അങ്കുരിപ്പിക്കേണ്ടത്, അതിന്റെ പ്രചരണങ്ങൾ നടത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആത്മാർത്ഥമായി ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് നാളെയുള്ള നമ്മുടെ തിരിച്ചുവരവിന്റെ അവസാനത്തെ പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമരം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇതിനായി ബഹുമാനരായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരെ സാദരം ക്ഷണിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ സെറ്റോയുടെ ചെയർമാൻ ശ്രീ ചവറ ജയകുമാർ, APCCയുടെ ജനറൽ സെക്രട്ടറിമാർ, വിവിധ സംഘടനാ നേതാക്കൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം സംസ്ഥാന ജീവനക്കാരോടും അധ്യാപകരോടും ഇത്ര ക്രൂരമായ അവഗണന ഏതെങ്കിലും ഒരു സർക്കാർ കാണിച്ച് ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നിരന്തരമായ അവഗണനയും അവകാശങ്ങളുടെ നിഷേധവുമാണ് സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും ഈ സർക്കാർ ചെയ്യുന്നത്. ഇവിടെ വിശദമായി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുന്ന സമയമാണ്. ആ ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിട്ട് പോലുമില്ല. ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ശുപാർശ ചെയ്താലും ഈ ഗവൺമെന്റുകൾ നടപ്പാക്കേണ്ടി വരും. ഞാൻ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ എന്തിനാണൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന നിലയിലേക്ക് സർക്കാർ പോവുകയാണ്. കേരളത്തിൽ ഒരു സർക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ആലോചിക്കാത്ത തരത്തിൽ ശമ്പള പരിഷ്കരണത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് ഗവൺമെന്റ് പോകും. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കുടിശ്ശിക ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ തന്നെ ഒരുപാട് അവകാശങ്ങൾ എടുത്തു കളയപ്പെട്ടു. ആ പരിഷ്കരണ കുടിശ്ശിക പോലും ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നില്ല. അതിനിടയിൽ നിരവധി അവകാശങ്ങൾ എടുത്തു കളയപ്പെട്ടു. 19% DA ആണ് പോയത്. പുതിയ DA നിശ്ചയിച്ചപ്പോൾ അതിൽ മാത്രം മുൻകാല പ്രാബല്യമില്ല, നേരത്തെ കൊടുക്കാത്തതിനെ പറ്റിയൊരു സൂചന പോലുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി ആ കാര്യത്തിൽ. മുൻകാല DA കുറിച്ചുള്ള ധാരണയായി. അതായത് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ലീവ് സറണ്ടറെ സംബന്ധിച്ച് 2027-28 കൊടുക്കാം. അപ്പൊ അവർക്ക് ഉറപ്പുണ്ട് 27-28 അവരുടെ സർക്കാർ ഉണ്ടാവില്ല, അവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിന് ഉറപ്പുണ്ട്. വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരപ്പെട്ട മെഡിസം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് എത്ര വികലമായിട്ടാണ് ഒരു മെഡിസപ്പ്, ഒരു ഇൻഷുറൻസ്
സംവിധാനം നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന സംഭവമായി ഇൻഷുറൻസ് സംവിധാനം മെഡിസപ്പ് മാറി. അങ്ങനെ പല തരത്തിലും ഏതെല്ലാം തരത്തിലാണ് ജീവനക്കാരോട് യാതൊരുവിധ മര്യാദയില്ലാതെ നിരന്തരമായ ട്രാൻസ്ഫറുകൾ പല ഡിപ്പാർട്ട്മെന്റുകളും നിരന്തരമായ ട്രാൻസ്ഫറുകളാണ്. അത് ഓൺലൈൻ സംവിധാനം കൊണ്ടുവരും, മറ്റ് സംവിധാനം കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞിട്ടും ഇവരെല്ലാവരെയും ശത്രുതാ മനോഭാവത്തോടു കൂടി നീക്കുക എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇവർക്ക് വല്ല മാനസികമായ സുഖം കിട്ടുന്നത്. ഒരാൾ ഇവിടുന്ന് കാസർഗോഡേക്കോ ഇടുക്കിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങണമെങ്കിൽ ഉപദ്രവിച്ചാൽ മാത്രമേ ഉറങ്ങാൻ കഴിയൂ എന്നുള്ള സാഡിസ്റ്റുകളുടെ ചിന്താഗതിയാണ് ഈ പല യൂണിയനുകളുടെ നേതാക്കന്മാർ. അധ്യാപകരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി കമ എന്നൊരു അക്ഷരം പറയാത്ത ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകൾ ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ ജോലി എന്ന് പറയുന്നത് മറ്റ് സർവീസ് സംഘടനകളിലുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പല മന്ത്രിമാരുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ സംഘടനാ നേതാക്കൾ പലരും സ്തുതിഗീതങ്ങൾ പാടി ഇവരെ പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് എന്തെല്ലാം ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം ഒപ്പിച്ചെടുക്കുന്ന തരത്തിൽ ഭരണത്തെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകളുടെ നേതാക്കൾ തരം താഴ്ന്നിരിക്കുകയാണ്. അവരവിടെ ഇരുന്നുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ എഴുതി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ട്രാൻസ്ഫർ ചെയ്ത് സന്തോഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? സദ്ഭരണം കൊണ്ട് ഗുഡ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ ആദ്യം വേണ്ടത് ജീവനക്കാരുടെ വിശ്വാസത്തെ പറ്റിയാണ്. ഇതൊരു വലിയ സംവിധാനമാണ് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത്. ആ സർക്കാർ സംവിധാനം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും വിചാരിച്ചാൽ മാത്രമേ ചലിക്കില്ല. ആ സർക്കാർ സംവിധാനം ചലിക്കണമെങ്കിൽ ഒരു ടീമായി നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുക. എന്തുകൊണ്ടാണ്? ഗുഡ് ഗവേണൻസ് കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചു, പുതിയൊരു വാക്കാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താ? അവർ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടോ? സർക്കാരില്ലായ്മയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാരില്ല, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല, ഗവൺമെന്റ് ബഷീർ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. മന്ത്രിമാര് വന്ന് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പിന്നെ ഉദ്ഘാടനത്തിന് പോവാണ്. അല്ലാതെ ഒരു പരിപാടിയും നടക്കുന്നില്ല. എല്ലാ വകുപ്പുകളും മരവിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രമാത്രം ഇൻഎഫിഷ്യൻസി ടു ദ കോർ. അതാണ് കെടുകാര്യസ്ഥത. അതിന്റെ ഏറ്റവും നെല്ലിപ്പലക കണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഓരോ വകുപ്പും പരിശോധിച്ചു. എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ എത്രയോ വലിയ സംവിധാനങ്ങളെയാണ് തകർത്തുകളഞ്ഞത്. പൊതുവിതരണ സമ്പ്രദായം താറുമാറായി. മാർക്കറ്റിൽ രൂക്ഷമായ വിലക്കയറ്റമാണ്. എന്തിന്? വെറുതെ DA കൊടുക്കുന്നത് ഔദാര്യമാണ്. DA കൊടുക്കുന്നത് ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ അതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ആനുകൂല്യമാണ് DA എന്ന് പറയുന്നത്, ഇല്ലേ? ഇവിടെ രൂക്ഷമായ വിലവർദ്ധനമാണ്, വിലക്കയറ്റം. വൈദ്യുതി ചാർജ് കൂട്ടി, ഇപ്പോ അഡ്വാൻസ് കൂടി കൂട്ടിയേക്കുക. ഇപ്പൊ കൂട്ടിയത് കൂട്ടാതെ അടുത്ത മാസത്തേക്ക് കൂടെ കൂട്ടിയേക്കാം. വെള്ളക്കരം കൂട്ടി, എല്ലാ സാധനത്തിനും വില. കേന്ദ്ര ഗവൺമെന്റ് ഗ്യാസിനും വില കൂട്ടി, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ജീവിത ചെലവ് വല്ലാത്ത തോതിൽ വർദ്ധിച്ചു. ആനുപാതികമായ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവകാശപ്പെട്ടത് പോലും കിട്ടാത്ത തരത്തിലേക്ക് പോകുന്നു. സപ്ലൈകോയിൽ സബ്സിഡിയുള്ള ഒരൈറ്റമില്ല, മാസങ്ങളായി. നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതുവരെയുള്ള കടങ്ങൾ കുറച്ച് ഏകദേശം 1000 കോടി രൂപയിലാക്കി ഒതുക്കി. കടം 8 വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം 1000 കോടി രൂപയുണ്ടായിരുന്നത് 45,000 കോടി രൂപയായി വർദ്ധിച്ചു. അതുകൊണ്ടാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്. നമ്മുടെ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി. 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയായിരുന്നു ഒരു യൂണിറ്റിന്റെ വില. 7 കൊല്ലം അത് നടപ്പാക്കി.
അതെ, 2023 ആയപ്പോൾ അദാനിയുടെ ഉൾപ്പെടെയുള്ള കമ്പനികൾ വന്നു വൈദ്യുതി വരികയും. അപ്പൊ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയെ കൊണ്ട് 7 കൊല്ലം ഫംഗ്ഷൻ ചെയ്ത ഒരു കരാർ 25 കൊല്ലത്തേക്കുള്ള കരാർ റദ്ദാക്കി. ഞാനതിനൊന്ന് വിമർശിച്ചിരുന്നു. ഒറ്റ വാചകം പറഞ്ഞു, 4 രൂപ 29 പൈസയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുണ്ടായ കരാർ അഴിമതിയാണെങ്കിൽ അന്വേഷിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇനി വൈദ്യുതി മേടിക്കുമ്പോൾ 1 പൈസയെങ്കിലും കുറച്ച് മേടിക്കും വേണ്ടേ? 4 രൂപ 28 പൈസക്കെങ്കിലും മേടിക്കും, 1 പൈസയെങ്കിലും കുറച്ച് മേടിക്കും. 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിച്ച കരാർ റദ്ദാക്കിയവർ എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചവര്? 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ 3 ഇരട്ടിയിലധികം തുകയ്ക്ക് വാങ്ങിച്ചു. ഒരു ദിവസം 15-20 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനുണ്ടായി. അപ്പൊ ഒരു വർഷം 1.5 വർഷമായപ്പോ എത്ര കോടി രൂപയായി നഷ്ടം? അതിന്റെ തിക്തഫലം ആരാണ് അനുഭവിക്കുന്നത്? ഇവർക്ക് ഏതോ കമ്പനിക്ക് വൈദ്യുതി വിൽക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. 4 രൂപ 29 പൈസ കുറച്ചിട്ട് 14 രൂപ 30 പൈസ വരെ വൈദ്യുതി വാങ്ങിച്ചു. അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലാണ്. 2 പ്രാവശ്യം കൂട്ടി, 3ാമത്തെ പ്രാവശ്യം കൂടി കൂട്ടിയിരിക്കുകയാണ്. മാർച്ചിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചോ, കണക്കെഴുതുന്നവർ, വീട്ടിലെ ചെലവിന്റെ കണക്കെഴുതുന്നവർ നോക്കിക്കോ. കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാത്രം ഒരിടത്തരം കുടുംബത്തിന്റെ ചെലവ് 15,000 രൂപ വരെ വർദ്ധിച്ചു. 15,000 രൂപയിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങൾ 20,000 രൂപ വരെ ചെലവ്. മരുന്നിന്റെ വില കൂടി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലാണ് പെൻഷൻകാരെയും ഇത് തന്നെ ബാധിച്ചിരിക്കുന്നു. അപ്പൊ സർക്കാർ ഇല്ലായ്മ എല്ലാ വകുപ്പുകളിലും അനുഭവിക്കുന്നു. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗം ആളുമാരായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷം ഉണ്ടാക്കിയ സിസ്റ്റം ഇപ്പൊ പരീക്ഷയുടെ പേപ്പർ വരെ നേരത്തെ കിട്ടുകയാണ്. നേരത്തെ പ്രാദേശിക ചാനലിൽ അനൗൺസ് ചെയ്യണം പരീക്ഷ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. പിന്നെ SSLC പരീക്ഷയും +2 പരീക്ഷയും അങ്ങനെ നടത്തിയ എളുപ്പമായിരുന്നു. ട്യൂഷൻ സെന്ററുകളാണ്, ട്യൂഷൻ സെന്ററുകൾക്ക് വിൽക്കാണ്. ഒരു സംവിധാനം ഇല്ലേ വിദ്യാഭ്യാസ വകുപ്പിൽ? അതിന്റെ അവിടെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നില്ല. ഭിന്നശേഷി വിഷയം പറഞ്ഞ്, കോടതി വിഷയം പറഞ്ഞ് ആ വിഷയമൊക്കെ സെറ്റിലായതാണ്. എന്നിട്ടും അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നില്ല. ഇപ്പൊ വിചിത്രമായ ഉത്തരവ് കൂടി ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ 4 വർഷത്തേക്ക് എയ്ഡഡ് സ്കൂളുകളിൽ അപ്പോയിന്റ് ചെയ്ത ആളുകളെ മുഴുവൻ, റെഗുലർ അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ ഡെയിലി വേജസ് ആയിട്ട് നടക്കുന്നു. ഇതാലോചിച്ച് സർക്കാർ സർവീസിലോ ജോലി കിട്ടിയ, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടിയ സ്ഥിരം ജോലിയില്ലേ 4 കൊല്ലം കഴിയുമ്പോൾ പറയാണ് അത് സ്ഥിരമായിട്ട് കണക്കാക്കില്ല, അത് ഡെയിലി വേജസ് ആയിട്ട് കണക്കാണ്. ഏത് വിചിത്രമായ ഉത്തരവും ഇറക്കാൻ പറ്റുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. ആരെയും ദ്രോഹിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാര് കൈമലത്തി കാണിക്കുകയാണ്. ഒരു സ്ഥലത്തും പൈസയില്ല. ഖജനാവ് അക്ഷരാർത്ഥത്തിൽ കൂട്ടിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പൈസയില്ല. ഈ പെൻഷൻ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന്റെ ഭീമമായ ബാധ്യതകളാണ്. ഇപ്പൊ തന്നെ 12,000 കോടി രൂപയുടെ ബാധ്യതയായി പെൻഷൻ കമ്പനിക്ക്. 1400 ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ സർവീസിൽ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവർ. എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ്! സർക്കാർ സർവീസിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പാവപ്പെട്ടവരെ കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ചു. 1400 പേര്. പേര് പുറത്തു പറയുന്നത്, പേര് പുറത്തു പറയുന്നു. അതെന്താ കാര്യം പേര് പുറത്തു പറയാത്തത്? ആ കാര്യം മനസ്സിലായല്ലോ. നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ പേര് പുറത്തു വന്നെ? ജയിലായിരുന്നു, പേര് പുറത്തു പറയില്ല. ഞാൻ പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ സർവീസിൽ ശമ്പളം പറ്റുമ്പോൾ സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ച 1400 പേരുടെ പേര് പുറത്തു വിടണം. അസ്പദിത പോലെ പുറത്ത് പിരിച്ചുകൊള്ളണമെന്നാണ് എന്റെ അഭിപ്രായം. പിരിച്ചുകൊള്ളു. 1 മിനിറ്റ് സർക്കാർ സർവീസിൽ തുടരാൻ അവർക്ക് അർഹതയില്ല. പേര് നമുക്ക് പുറത്തു കൊണ്ടുവരാം. പേര് കൊണ്ടുവരാൻ എന്തെല്ലാം വഴികളുണ്ട്. പേര് പുറത്തു കൊണ്ടുവരാൻ. ഇപ്പൊ കാശ് വാങ്ങിച്ച് തിരിച്ചടപ്പിച്ചിട്ട് അവരെ സേഫ് ആക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗുരുതരമായ പ്രശ്നങ്ങളെയാണ് സർക്കാർ സർവീസിലും അല്ലെ ജീവനക്കാരും അധ്യാപകരും നേരിടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കാനാകുമ്പോൾ, ആനുകൂല്യങ്ങൾ നൽകാനാകുമ്പോൾ സാധാരണക്കാരായ ഈ സെക്രട്ടേറിയറ്റ് സർവീസ് തന്നെ അതിന്റെ തന്നെ ഒരു പ്രാമുഖ്യം ഇല്ലാതെ
വല്ലാതെ ഇല്ലാതാക്കി സെക്രട്ടറി സർവീസിന്റെ. അവരതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അവരുടെ സമരം നടന്നത്. വ്യാപകമായി ഒരു അരക്ഷിതത്വം സർക്കാർ സർവീസ് ജീവനക്കാരുടെ ഇടയിലും അതുപോലെ അധ്യാപകരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സെറ്റോ യോഗം ചേർന്ന് ഒരു പണിമുടക്ക്. നമ്മൾ വളരെ അപൂർവം മാത്രം നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരായിരുന്നെങ്കിൽ എത്ര ഹർത്താൽ നടന്നേനെ, എത്ര സമരങ്ങൾ നടന്നേനെ. അപ്പോൾ ഒരു നിവർത്തിയും ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു പണിമുടക്ക് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം സെറ്റോ എടുത്തു. ആ തീരുമാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഐക്യ ജനാധിപത്യത്തിലെ മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ സെറ്റോ നടത്തുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ പിന്തുണ UDFന്റെ കൂടി പൂർണ്ണമായ പിന്തുണ ആ സമരത്തിലുണ്ടാകും. ഇവിടെ ശ്രീ അരവിന്ദരുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകളിൽ പലരുമുണ്ട്, പലരും തുടങ്ങുന്നുണ്ട്. അവരുടെ സംഘടനകളൊക്കെ ഭയന്നിട്ടും പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ജീവനക്കാരുടെ മുഴുവൻ പ്രതിഷേധം, അധ്യാപകരുടെയും പ്രതിഷേധം ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. ഇനിയും ഈ സർക്കാർ തുടരരുത് എന്നീ സംസ്ഥാനത്ത് ആദ്യം ആഗ്രഹിക്കുന്നവർ ജീവനക്കാരും അധ്യാപകരുമാണ്. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ സെറ്റോ മാത്രമല്ല സമരം ചെയ്യുന്നത്, മുഴുവൻ സംഘടനകളിലും പെട്ട മുഴുവൻ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോ യൂണിറ്റിലും പോയി നിങ്ങൾ പറയാം, ഓരോ തൊഴിലിടത്തും പറയും. നിങ്ങൾ ചിലപ്പോൾ സമരത്തിൽ ഇറങ്ങിലായിരിക്കും, വേറെ സംഘടനകളുടെ അംഗങ്ങളായി നിന്നുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്ന് മറ്റുള്ള ജീവനക്കാരോടും അധ്യാപകരോടും, ഇത് തലക്ക് കയറിയിട്ടില്ലാത്ത ആളുകൾക്കെല്ലാം ബോധ്യപ്പെടും. അവർക്ക് വേണ്ടി കൂടിയാണ് സമരം. ഇത് ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കം കൂടിയാക്കി ഈ സമരത്തെ മാറ്റണം എന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല നിർവഹിക്കുന്ന പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ എൻ ലിജു അവർ അധ്യക്ഷ സെക്രട്ടറി ചെയർമാൻ ശ്രീ ചവറ ജയകുമാർ, ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ, മറ്റ് ബഹുമാനരായ സഹപ്രവർത്തകർ, വിവിധ സംഘടനകളുടെ നേതാക്കളെ, സെറ്റോയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം 22-ാം തീയതി നടക്കാൻ പോകുന്ന പണിമുടക്കിൽ സമരത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപൂർണമായ പിന്തുണ സംഘടനയ്ക്ക് വേണ്ടി ഉറപ്പുനൽകുന്നു. ആദരണീയനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ സമരത്തിന് ആസ്പദമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കും. ജീവനക്കാരോട്, അത് അധ്യാപകരോടും സർക്കാർ ജീവനക്കാരോടും ജനത്തോട് തന്നെ ഇത്രമാത്രം പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്ന മറ്റൊരു ഗവൺമെന്റ് ഇല്ല എന്നതാണ് സത്യം. ഒരു ഭാഗത്ത് അവരുടെ അഴിമതി, കറണ്ട് ചാർജ് വർധനവിനെ കുറിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസാരിച്ചു. ദീർഘകാലത്തിൽ 2045 വരെ നമ്മുടെ സംസ്ഥാനത്തിന് നിർലോഭം വൈദ്യുതി ലഭിക്കേണ്ട കരാറുകൾ റദ്ദ് ചെയ്തു. ആയിരക്കണക്കിന് കോടി രൂപ സ്വകാര്യ വൈദ്യുതി കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി. അതിന്റെ ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ്. കാരണം അതിന്റെ എല്ലാം കമ്മീഷൻ മാസപ്പടി കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് എന്നത് ഏവർക്കും അറിയാവുന്ന സത്യം. അപ്പൊ കിട്ടുന്നിടത്തെല്ലാം മോഷ്ടിക്കും. ഒരു ഭാഗത്ത് അഴിമതി നടത്തും. അതേ സമയത്ത് തന്നെ തങ്ങളുടെ പിണിയാളുകളായിരിക്കുന്ന സർക്കാർ വിലാസം, സർക്കാർ അനുകൂല സംഘടനകളെ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗില്ലറ്റിൻ സംസ്കാരമാണ് ഇവിടെ. നമുക്കറിയാം, നമ്മൾ ഭരിക്കുമ്പോഴും സർവീസ് സംഘടനകൾ, ഇവിടുത്തെ സെറ്റോ സംഘടനകളൊക്കെ തന്നെ പ്രബലം. പക്ഷെ നമ്മളാരെയും തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാതെ ഒരു മാനുഷിക ഭാവത്തോടും കൂടി മാത്രമേ പ്രതിപക്ഷ സംഘടനകളുടെ ജീവനക്കാരെയും അവരുടെ നേതാക്കന്മാരെ കാണാറുള്ളൂ. അത് ജനാധിപത്യ മര്യാദയാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞുപിടിച്ച പീഡനമാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമോ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാത്ത മുഴുവൻ ജീവനക്കാരെയും ഉപദ്രവിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് അഴിമതി, ഇപ്പുറത്ത് പീഡനം, അതോടൊപ്പം തന്നെ സമ്പൂർണമായ അവകാശ നിഷേധം. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിസർക്ക് ഉൾപ്പെടെ സാധാരണ രീതിയിൽ ജീവനക്കാരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങളിലെങ്കിലും വീഴ്ച വരുത്താതിരിക്കുക എന്നത് ഒരു സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായ കർത്തവ്യമാണ്. അതുപോലും ഇപ്പൊ
സമ്പൂർണമായ ഭരണപരാജയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ നമ്മുടെ സംഘടനകൾ നടത്തുന്ന സമരം സമ്പൂർണ്ണ വിജയമായി മാറണം. ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ തന്നെ സംസാരിച്ചു, സെക്ടർ സംഘടനകൾ മാത്രമല്ല ട്രേഡ് യൂണിയൻ സംഘടനകളോടുകൂടി സംസാരിക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. പാർട്ടി തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ ട്രേഡ് യൂണിയനുകളെ കൂടി വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ ജനുവരി 22 കേരളത്തിലെ ഒരു സമ്പൂർണ്ണ പ്രതിഷേധമായി മാറ്റാനുള്ള നടപടികൾ കൂടി തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിർത്തട്ടെ. സർവീസ് സംഘടനയുടെ ചുമതല വഹിക്കുന്ന